മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 21 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ. ടൈർ സീദോൻ ദേശങ്ങളിലൂടെ കടന്നു പോകുന്ന ഈശോ കാനാകാരിയായ സ്ത്രീ തൻ്റെ മകളെ ബാധിച്ചിരിക്കുന്ന പിശാചിനെ ഒഴിവാക്കുവാനായിട്ട് ഈശോയോട് പ്രാർത്ഥിക്കുന്നതാണ് വചനഭാഗം. ആദ്യത്തെ ഈശോയോട് ഇത് പറയുമ്പോൾ തന്നെ അവൻ കൊടുക്കുന്ന മറുപടി പ്രകാരമാണ്. അവനൊരു വാക്കുപോലും ഉത്തരം പറഞ്ഞില്ല എന്നാണ് സുവിശേഷകൻ പറയുന്നത്. വീണ്ടും ശിഷ്യന്മാർ ഈശോയോട് പറയുന്നുണ്ട്, അവളെ പറഞ്ഞയച്ചാൽ നമ്മുടെ പിന്നാലെ വന്ന് നിലവിളിക്കുന്നുണ്ടല്ലോ. ഈ ശിഷ്യന്മാരാണ് ശിശുക്കൾ ഈശോയുടെ അടുക്കിലേക്ക് വരുമ്പോൾ തടഞ്ഞു നിർത്തിയത് എന്ന് പോലും ചിന്തിക്കേണ്ടതുണ്ട്. അവർക്ക് പോലും തോന്നുന്നതാണ്, കർത്താവെ ഇവളെ പറഞ്ഞയക്കണമേ. അപ്പോൾ ഈശോ അതിന് കൊടുക്കുന്ന മറുപടി ഇപ്രകാരമാണ്: ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. വീണ്ടും കർത്താവിൻ്റെ അടുത്ത് അവൾ വീണ്ടും പ്രണമിച്ച് ആവശ്യപ്പെടുന്ന സമയത്ത് ഈശോ കൊടുക്കുന്ന മറുപടി, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. എല്ലാ തലത്തിലും നിഷേധത്തിൻ്റെ അങ്ങേയറ്റം ആയിട്ടുള്ള മറുപടികൾ മാത്രം ലഭിക്കുമ്പോഴും അവളുടെ വിശ്വാസത്തിന് ഒരു കുറവ് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് വചനം. ആ വചനത്തിന് മറുപടിയായിട്ട് അവൾ പറയുന്ന ഇപ്രകാരമാണ്: കർത്താവേ, നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷങ്ങൾ തിന്നുന്നുണ്ട്. ഈശോ പറയുന്ന മറുപടി ഇങ്ങനെയാണ്: സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലുതാണ്. വലുതായ ഒരു വിശ്വാസം കൈമുതലാക്കിയവളാണ് കാനാകാരി. ജീവിതത്തിലെ പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു കാലഘട്ടങ്ങളിൽ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ ഈ വചനത്തിന് വലിയ പ്രസക്തിയുണ്ട്. പ്രിയപ്പെട്ടവരെ, നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ, എത്രയോ കാലങ്ങളായി കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഉത്തരമില്ലാതെ പോകുമ്പോഴും നമ്മളൊക്കെ പതറിപ്പോയിട്ടില്ലേ? ഈ വചനഭാഗത്തെ ഒരു സംഭവമായിട്ട് കണക്കാക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഒരു 3 കാലഘട്ടങ്ങളിൽ കണ്ടുമുട്ടുന്ന സമയങ്ങളിൽ കർത്താവിനോട് ചോദിക്കുന്നതായിട്ട് ഈ വചനത്തെ കാണാനായിട്ടാണ്. 3 കാലഘട്ടങ്ങളിൽ നിന്ന് ആലങ്കാരികമായിട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്നത് ഒരൊറ്റ സമയത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഈ വചനഭാഗം നീട്ടി ചേർത്ത് വയ്ക്കുമ്പോൾ 1-2 വർഷം കൂടുമ്പോൾ കർത്താവിനെ കണ്ടുമുട്ടുമ്പോൾ ഞാൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങളും അതിന് കിട്ടുന്ന മറുപടിയുമായിട്ട് ഈ വചനത്തെ ഒന്ന് കണ്ടെത്തുമ്പോൾ, പ്രിയമുള്ളവരെ, എത്രയോ വലിയ അർത്ഥം ഈ വചനത്തിലുണ്ടെന്നറിയാമോ? കാരണം ഉത്തരമില്ലാത്ത പല ചോദ്യങ്ങളും ഞാനും നിങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് കർത്താവിനോട്. മറുപടികളില്ല. കർത്താവ് ഇടപെടുന്നില്ലേ എന്നൊരു സംശയമുണ്ട്. പക്ഷെ തമ്പുരാനൊരു പദ്ധതിയുണ്ട് കേട്ടോ. പദ്ധതിയുണ്ട്. അത് തിരിച്ചറിയാനും എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ച് ചില കരുതലുകളുണ്ട് എന്ന ബോധ്യം, അതാണ് ഈ കാനാകാരിയെ വ്യത്യസ്തയാക്കുന്നത്. പ്രിയമുള്ളവരെ, കാനാകാരിയുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നിഷേധാത്മകമായിട്ടുള്ള ഉത്തരങ്ങൾക്ക് മുമ്പിലും പതറാതെ അവളെ പിടിച്ചു നിർത്തിയത് എന്താണ്? ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ ചില ബോധ്യങ്ങളാണ്. ഈ കാലഘട്ടത്തിനും പകർന്നു നൽകേണ്ടത് ഈ ബോധ്യങ്ങളാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ കാറ്റഗിസം ക്ലാസ്സുകളിലൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കേണ്ടതും ഈ ബോധ്യങ്ങളാണ്. ഈശോ എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ബോധ്യം. എൻ്റെ കർത്താവ് എനിക്ക് ആരാണ്? എൻ്റെ ദൈവം എത്രമാത്രം പ്രിയപ്പെട്ടതാകണം? ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുമ്പോഴും വിജയങ്ങൾ ഉണ്ടാകുമ്പോഴും ജീവിതത്തിൽ എത്രയൊക്കെ നിരാശകളിലൂടെ കടന്നു പോകുമ്പോഴും കർത്താവിലുള്ള ഒരു ആശ്രയബോധത്തിൻ്റെ ഒരു വലുപ്പത്തെക്കുറിച്ചും കർത്താവ് എനിക്ക് ആരാണെന്നുള്ള തിരിച്ചറിവും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം സാഹചര്യങ്ങളിലൂടെ വലിച്ചെറിയപ്പെടുമ്പോഴും നിലനിന്ന് പോകാൻ സഹായിക്കുന്ന ഒന്നാണ് എന്നുള്ള തിരിച്ചറിവുണ്ടാകുന്നു. അത് ഈ കാനാകാരിക്കുണ്ടായിരുന്നു. അവൾക്കുണ്ടായിരുന്ന ആ ബോധ്യം, ആ കൺവിക്ഷൻ, അതിലവൾ ജീവിച്ചു. പ്രിയമുള്ളവരെ, കൺവിക്ഷൻ ഇല്ലാത്ത വിശ്വാസ ജീവിതം പലപ്പോഴും പരാജയമാണ്. വിശുദ്ധ കുർബാന ആരുടെയും നിർബന്ധങ്ങൾ കൂടാതെ പങ്കെടുക്കുവാനായിട്ടും സാധ്യതകളില്ലാത്തപ്പോൾ പങ്കെടുക്കുവാനായിട്ടും മനസ്സുകൊണ്ട് തീരുമാനിക്കുന്നത് അതിന് വലിയ ഉദാഹരണമാണ്. ജോലിക്കും പഠനത്തിനുമൊക്കെയായി ഭവനങ്ങളിൽ നിന്നും വിശുദ്ധ കുർബാനയൊക്കെ നിരന്തരം ലഭിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുമ്പോഴും അപ്രകാരം ജീവിക്കണം, ആ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിന് കാരണം നമ്മുടെ ചില കൺവിക്ഷൻസുകളാണ്, നമ്മുടെ ചില ബോധ്യങ്ങളാണ്. ഈ ബോധ്യങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യനാണ് തുടർച്ചകൾ ഉണ്ടാകുന്നു. അപ്രകാരം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ. ക്രിസ്തു എനിക്ക് ആരാണ് എന്നുള്ള ചോദ്യം നിൻ്റെ ഹൃദയത്തിൽ എപ്പോഴും നിലനിൽക്കട്ടെ. ആ ഉത്തരം നമ്മളെ കൂടുതൽ മൂർച്ചയുള്ളതും കൂടുതൽ തെളിമയുള്ളതുമായി മാറുമ്പോൾ
നമ്മുടെ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുവാനും ആ വിശ്വാസം ജീവിക്കുവാനും ആ വിശ്വാസത്തിന് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കുവാനും ക്രിസ്തുവിൽ അടിയുറച്ച് നിലനിൽക്കുവാനും ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും മാറിപ്പോകാതെ കർത്താവിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കാനായിട്ടും സാധിക്കും. അപ്രകാരം നിലനിൽക്കാനായിട്ട് സാധിക്കട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.